ഹലോ, എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങയ്ക്ക ഉണക്കക്കൊഞ്ച് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, ഉണക്കക്കൊഞ്ച്. പ്രധാനമായിട്ട് ഈ 3 സാധനങ്ങളാണ് ആവശ്യം. ഇത് 4 മുരിങ്ങയ്ക്ക മുറിച്ചതാണ്. ഇത് ഒരു 10-15 അല്ലി വലിയ ചെറിയ ചുവന്നുള്ളിയാണ്. ഇനി ഉണക്കക്കൊഞ്ചും ആവശ്യമാണ്. ഇത് കഴുകിയെടുത്ത മുരിങ്ങയ്ക്കയാണ്. ആദ്യം ഇതുപോലെ മുറിക്കുക. അതിനുശേഷം ഇത് കീറണം. അതെങ്ങനെയാണെന്ന് നോക്കാം. കീറി വെച്ച മുരിങ്ങയ്ക്കയിലെ എല്ലാ മാംസവും നമ്മൾ സ്പൂണ് കൊണ്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മുരിങ്ങയ്ക്കയുടെ തൊലി മാത്രം നമുക്ക് കിട്ടും. ഇങ്ങനെ വേണം ഇരിക്കാൻ. നമ്മൾ ഉണക്കക്കൊഞ്ച് ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. കൊഞ്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ മൂത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് 15 വലിയ ചുവന്നുള്ളി ആയിരുന്നു. ഇത് ചൂടാക്കിയെടുത്ത ഉണക്കക്കൊഞ്ചാണ്. ഇത് ആറിയ ശേഷം ഒരു ചിരട്ട കൊണ്ട് ഇതിൻ്റെ തലയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഉണക്കക്കൊഞ്ച് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണക്കക്കൊഞ്ച് വൃത്തിയാക്കാനുള്ള എളുപ്പവഴിയാണ്. ഇനി ഇത് പാറ്റി ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളയണം. ഇപ്പോൾ ഉണക്കക്കൊഞ്ചെല്ലാം പാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ വേസ്റ്റും ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. കൈകൊണ്ട് നമ്മൾ കൊഞ്ച് വൃത്തിയാക്കുകയാണെങ്കിൽ കയ്യിൽ മുള്ളൊക്കെ കൊള്ളും. അതുകൊണ്ടാണ് നമ്മൾ ചിരട്ടയോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ കൊണ്ട് ഇതുപോലെ ഒന്ന് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ തലയെല്ലാം വേറിട്ട് കിട്ടും. തോരൻ്റെ അരപ്പിന് വേണ്ടുന്ന തേങ്ങ, ഇത് അരമുറി തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ മുളക് പൊടി ഇടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. തോരനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം. ഇതിലേക്ക് വറ്റൽമുളക് ഇടാം.
കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്ക കൊഞ്ച് കൂടി ചേർക്കാം. ഇനി അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീയിൽ. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് വേവിക്കുക. ഒന്നുകൂടി അടച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല മണമാണ് വരുന്നത്. കൊഞ്ചിൻ്റെയൊക്കെ മണം നല്ലതുപോലെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഈർപ്പമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. മുരിങ്ങയ്ക്കയും കൊഞ്ചും എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈർപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉടനെ തന്നെ അടച്ച് കൊടുക്കണ്ട. ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് തുറന്ന് വയ്ക്കുക. മുരിങ്ങയ്ക്ക ഉണക്കക്കൊഞ്ച് തോരൻ വളരെ രുചികരമായ ഒരു തോരനാണ്. ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയ്ക്ക പിടിക്കുമ്പോൾ എപ്പോഴും അമ്മ ഉണ്ടാക്കാറുള്ളതാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും ഈ തോരൻ പരീക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇന്ന് നിങ്ങൾക്കായി ഈ തോരൻ ഉണ്ടാക്കിയത് അമ്മയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.